ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശേഷം? സുഖമാണ് വിചാരിക്കുന്നു. ഹോപ്പ് യു ആർ ഡൂയിങ് ഗ്രേറ്റ്. സ്ഥിരമായിട്ട് നമ്മളുടെ അവിടെ നല്ല രീതിയിലേക്ക് 5 മണിക്ക് എണീറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്ന ഓരോ വ്യക്തികളെയും ഞാൻ എന്ത് ചെയ്യണം? അഭിനന്ദിക്കുകയാണ്. ഐ ഹോപ്പ് യു ആർ ഡൂയിങ് ഗ്രേറ്റ്. എന്തൊക്കെയുണ്ട് വിശേഷം? ബിന്ദു മാം, എന്താണ് വിശേഷങ്ങൾ? സുഖമാണോ? ഒന്ന് സംസാരിക്കൂ. നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിൽ പവറിനെ കുറിച്ചാണ്. പവർഫുൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. യു ഷുഡ് എൻജോയ് ദാറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. അതിലേക്ക് വരുന്നതിന് മുൻപ്, കാരണം പലപ്പോഴും പല ആൾക്കാർക്കും പല പ്രശ്നങ്ങളുള്ളതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാറില്ല. അതിന് വേണ്ട കുറച്ച് ടിപ്സുകൾ, അതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ലാസ്റ്റിംഗ് ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത്. സോ മാം, ബിന്ദു മാം, എന്താണ് വിശേഷം? സുഖമാണോ? എവിടെയാണ്? വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പറയൂ. ബിന്ദു മാം, അറിയൂ ദേർ? ഹലോ, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്, കേൾക്കുന്നത്. അറിയൂ ദേർ? ഓക്കെ, യെസ്. മൈക്ക് ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓപ്ഷൻ ഉണ്ട്. ഓക്കെയാണ്. ഇനി അൺമ്യൂട്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് ഓക്കെ അല്ലേ? യെസ്, ഓക്കെയാണ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷം? ഇവിടെ ഉണ്ടായിരുന്നു, കുറച്ച് വയനാടായിരുന്നു. അപ്പോൾ കുറച്ച് കോൾഡൊക്കെ പിടിച്ചിട്ടുണ്ട് വയനാട് പോയപ്പോൾ. കുറച്ച് ദിവസം വയനാടായിരുന്നോ? അതെ 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 അതെ. കുറച്ച് കോൾഡൊക്കെ പിടിച്ചു. അതെ അതെ, യാത്ര ചെയ്തു ബൈക്കില്. എൻ്റെ ബൈക്ക്? ഡ്രീം ആയിരുന്നു ബൈക്കിൽ ചുരത്തിലൂടെ യാത്ര ചെയ്യാന്നുള്ളത്. ആഹാ, അതാ ഗോൾ അച്ചീവ് ചെയ്തു. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. അപ്പൊ കുറച്ച് പനിയൊക്കെ വന്നാലും കുഴപ്പമൊന്നുമില്ല. അതിന്റെ ഭാഗമാണ്. ശീലമില്ലാത്തതുകൊണ്ട്. അപ്പൊ ഇനി സ്ഥിരമായിട്ട് പോകുമ്പോൾ ആ പനിയൊന്നും മാറിക്കോളും. എങ്കിലും മെഡിറ്റേഷൻ ഒന്നും മുടക്കുന്നില്ല, മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോവുക, പിന്നെ ടാപ്പിംഗ് ചെയ്യുക. നന്നായിട്ട് ടാപ്പിംഗ് ചെയ്യുക, ജലദോഷം മാറട്ടെ. ഞാൻ ഫെബിലാമേനും ബുക്ക് ചെയ്തിട്ടുണ്ട്, വീണ്ടും ഒന്നുകൂടി തിരിച്ചു വരാൻ. തിരിച്ചു വരണം, ശക്തമായിട്ട് തിരിച്ചു വരണം. നിങ്ങളെ ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ട്. വി ആർ മിസ്സിങ് യു. ഓക്കെ, ആൻഡ് വി ഡോണ്ട് വാണ്ട് ടു മിസ് യു. ഓക്കെ, ഇവിടെ വരണം, തിരിച്ചു വരണം. നിങ്ങളുടെയൊക്കെ പ്രസൻസ് വേണം. നിങ്ങൾ ഓരോരുത്തരും പുലികളാണ്. ഇവിടെ നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരാളാണ് അനിത മാം. ഷീ ഈസ് ഓൾവേസ് ദർ. സ്ട്രോങ് അല്ലേ മാം? Okay, very good, very good, very good. And Maimunat ma'am, thank you so much for being here. And Sajira, are you there? Sajira, are you there? Thank you, ma'am. Sajira, we have Sajira, I think. Hello? Okay. Sajira, are you there? Hello? ഹലോ സർ. എന്താണ് വിശേഷം? ഗുഡ് മോർണിംഗ്. സുഖായിരിക്കുന്നു. സ്ഥിരമായിട്ട് പങ്കെടുക്കാറില്ലേ? ഉണ്ട് സർ. ഓക്കെ, എന്താ പറഞ്ഞത്? ഹസ്ബൻഡ് നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങക്ക് കുറച്ച് കോൾഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ റിലീസായി. അത്യാവശ്യം എല്ലാവർക്കും ഇത് ബാധിച്ചിട്ടുണ്ട്. ഇതൊരു പ്രത്യേക രീതിയിലുള്ള ഒരു കോൾഡ് പല സ്ഥലങ്ങളിലും എന്താ പറയുക സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടീം മെമ്പേഴ്സിന്, ശരത് സാറിന്, പലർക്കും ഇത് കിട്ടിയിട്ടുണ്ട്. സോ റെഡി ആയിട്ട് വരാൻ നിൽക്കുകയാണ് എല്ലാവരും. അത് റെഡി ആയിട്ട് വന്നോളും. എനിക്കെന്തോ ഭാഗിച്ചിട്ട് സാധിച്ചു, എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി നിങ്ങളാരായിട്ട് തരണ്ട. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് Sajira for joining here. Anyway, enjoy your time with your husband and your family and enjoy more. And I think അദ്ദേഹത്തിന് ഒരു പുതിയ ഒരാളെ തിരിച്ചു കിട്ടിയോ? തീർച്ചയായിട്ടും കിട്ടി. ഒരുപാട് മാറ്റമുണ്ട്. ഒരുപാട് മാറ്റമുണ്ട്. അപ്പൊ ആള് ഹാപ്പിയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഉഷാറാവട്ടെ, നല്ല രീതിയിലേക്ക് പോട്ടെ, ഹാപ്പി ആയിട്ടിരിക്കട്ടെ, ഉഷാറായിട്ട് മുന്നോട്ട് പോട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച് റസാഖ് സാർ. ഹൗ ആർ യു? ഗുഡ്. ഓക്കെ, നമുക്ക് ഇവിടെ സ്ഥിരമായിട്ടുള്ള കുറെ മുഖങ്ങളുണ്ട്. ആ സ്ഥിരമായിട്ടുള്ള മുഖങ്ങൾ എടുക്കുന്നത് നമ്മൾ എന്താ വെച്ചാൽ അവരെ ഒന്ന് അവരെ ശരിക്കും അക്നോളജ് ചെയ്യണം. അവരെ ശരിക്കും എന്താ പറയാ, നിങ്ങൾ നൽകുന്ന ഒരു എനർജി ഉണ്ട് കേട്ടോ. അന്ന് സ്ഥിരമായിട്ട് നിങ്ങൾ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് കൂടുതലായിട്ട്. കാരണം സ്ഥിരമായിട്ടൊരു ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വരിക, ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുക, ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ ഗുഡ് തിങ്. യു ആർ വെരി ഹംബിൾ പീപ്പിൾ. ഭയങ്കര വിനയമുള്ള നല്ല മനസ്സുള്ള ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. ആൻഡ് ഐ നോ അലോങ് ദ വേ യു ആർ ലേണിംഗ് എ ലോട്ട്, യു ആർ ചേഞ്ചിങ് എ ലോട്ട്. ഒരുപാട് മാറുന്നുണ്ട്, ഒരുപാട് പഠിക്കുന്നുണ്ട്, ഒരുപാട് വളരുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. ബിന്ദു മാം ഒക്കെ ഇപ്പോൾ രഹസ്യമായിട്ടാണെങ്കിലും ഒരുപാട് ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ പറയാൻ ആളിവിടെ ഉണ്ടാവാറില്ല, തിരക്കിലാണ്. പക്ഷേ ഗോളുകളൊക്കെ അച്ചീവ് ചെയ്യട്ടെ, ഉഷാറാവട്ടെ, മുന്നോട്ട് പോകട്ടെ, നല്ല രീതിയിലേക്ക് എൻജോയ് ചെയ്യട്ടെ. So thank you so much, Bidhu ma'am, for being here. And then we have a lot of amazing people. നമുക്ക് വേറെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ ഇപ്പോൾ രൂപേഷ് സാർ ഉണ്ടാവാറുണ്ട്. Like, he is in contact with me all the time. Whenever I go to Calicut, he just comes and meet me. And Ria, a lot of people are there. Okay. Anyway, നമുക്ക് ഓരോരുത്തരെയും 1 by 1 ആയിട്ട് ഇനിയും നമുക്ക് തിരിച്ചു പിടിക്കാം.
അപ്പൊ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ഹൗ ടു ഡെവലപ്പ് യുവർ വിൽ പവർ. നമ്മുടെ വിൽ പവർ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. ഓക്കെ, വിൽ പവർ ഡെവലപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ കഴിയുക, എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാൻ കഴിയുക, ഈ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിത്തിരിക്കാം. റെഡിയാണോ? ഓക്കെ, വിൽ പവർ റെഡി അല്ലേ? അപ്പൊ വിൽ പവർ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം? വിൽ പവർ ഡെവലപ്പ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്, ദർ ആർ പീപ്പിൾ ഹു ആർ എക്സ്ട്രാ ഓർഡിനറി, ലൈക്ക് ഭയങ്കരമായിട്ടുള്ള എക്സ്ട്രാ ഓർഡിനറി സ്കില്ലും കഴിവും കാര്യങ്ങളൊക്കെ ആയിട്ട് ജനിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ചില ഏരിയയിൽ ഭയങ്കര സ്കില്ലായിരിക്കും. ചില ആൾക്ക് അപ്പോൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഓർഡിനറി സ്കിൽ എന്നുള്ള രീതിയിൽ വരുമ്പം ഇപ്പോൾ സംസാരിക്കാണ് നല്ല സ്കില്ലുള്ള ആൾക്കാരുണ്ട്. അവർ ചിലപ്പം ട്രെയിനേഴ്സ്, കോച്ചസ്, സെയിൽസ്മാൻമാർ, പൊളിറ്റീഷ്യൻസ് ഒക്കെ ആയി മാറും. ഓക്കെ, പദ്ധതികൾ തയ്യാറാക്കാനുള്ള കഴിവുകളുള്ളവരുണ്ട്. അവർ നല്ല രീതിയിലുള്ള സ്ട്രാറ്റജിക് ലീഡേഴ്സ് ആയിട്ട് മാറും. എന്നാൽ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്കില്ലായിരിക്കും എന്തിലും, സെൽഫ് ഡിസിപ്ലിനിൽ. വിൽ പവർ, ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ വിൽ പവർ കറക്റ്റ് സ്ട്രോങ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതിൽ ആ ഒരു എന്താ പറയുക, മനക്കരുത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഗതി ഉണ്ടാവും. ഇന്നത്തെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ദൃഢനിശ്ചയത്തോടു കൂടി മുന്നോട്ട് പോകും. അപ്പോൾ വിൽ പവർ എന്ന് പറയുന്നത് ദൃഢനിശ്ചയമാണ്. നിശ്ചയിച്ച കാര്യം എന്താണോ അതിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും 5 മണിക്ക് എണീക്കുക, കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു പോവുക, അതിൽ ഭയങ്കര കൃത്യനിഷ്ഠയായിരിക്കും. ഞാനൊരു നമ്മുടെ ഒരു പ്രോഗ്രാമിൽ ഒരു ബാച്ചിൽ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് മുജീബ് ഖ, ഐ തിങ്ക് ഈസ് ഫ്രം UAE. UAE നിന്നുള്ള മുജീബ് ഖ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ പ്രോഗ്രാമിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം ഇതേപോലെ ഏത് പ്രോഗ്രാമിൽ പങ്കെടുത്തു കഴിഞ്ഞാലും സ്ഥിരമായിട്ട് കണ്ടിന്യൂസ്ലി അത് കറക്റ്റ് ടൈമിൽ ആ കറക്റ്റ് ഇതിൽ അങ്ങനെ ചെയ്തു പോകും. ഇറ്റ്സ് വെരി സെൽഫ് ഡിസിപ്ലിൻഡ് ആൻഡ് ഹി ഈസ് വെരി ഡെഡിക്കേറ്റഡ്. വളരെ ഡെഡിക്കേറ്റഡ് ആയി സെൽഫ് ഡിസിപ്ലിൻ ആയിട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെഷനിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ഈ സെൽഫ് ഡിസിപ്ലിൻ നമുക്ക് എങ്ങനെ, അല്ലെങ്കിൽ വിൽ പവർ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കേണ്ട ഒരു വ്യക്തിയുണ്ട്. ഞാൻ കാണിക്കുന്ന സ്ക്രീൻ ബ്ലിങ്ക് ആവുന്നുണ്ടോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് പറയണം. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ക്യാൻ യു സീ ദ സ്ക്രീൻ? ഗിവ് മി എ തംസ് അപ്പ്. അനിത മാം, ഗിവ് മി എ തംസ് അപ്പ്. ഇതിങ്ങനെ ബ്ലിങ്ക് ആവുന്നൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. സോ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളൊരു ഇത് നോക്കാം. ഇദ്ദേഹത്തിൻ്റെ പേര്, ഒരു ഫോട്ടോ കാണുന്നല്ലേ, അൽ സിറ്റ്സ്ലർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു ന്യൂയോർക്ക് ടൈം ബെസ്റ്റ് സെല്ലിംഗ് ഓഥറാണ്. അല്ലെങ്കിൽ ലോകത്തെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ബുക്കുകൾ ഒരു വലിയ രീതിയിൽ വിറ്റഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ന്യൂ സയൻസ് ഓഫ് പേഴ്സണൽ സക്സസ്. നമ്മുടെ പേഴ്സണലി നമ്മുടെ ലൈഫിൽ സക്സസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പുതിയൊരു കാര്യം അദ്ദേഹം എക്സ്പെരിമെൻ്റ് ചെയ്ത് കണ്ടെത്തിയാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു ബുക്കാണ് ചേഞ്ച് എനിത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്. സോ ആ ബുക്കിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫിലോസഫി എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് സ്കിൽ പവർ ഓവർ വിൽ പവർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. സ്കിൽ പവർ ഓവർ വിൽ പവർ. വിൽ പവർ എന്ന് പറയുന്നത് നമുക്ക് അധികം ആൾക്കാർക്കും ഈ പറഞ്ഞ രൂപത്തിൽ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ അധികം ആൾക്കാർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ വിൽ പവർ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ചില സംഗതികളുണ്ട്. ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ തീരുമാനം എടുത്ത് അവർ തന്നെ ഡിമാൻഡ് ചെയ്യും. ബെസ്റ്റ് അവരിൽ നിന്ന് ഡിമാൻഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകും, അവർ വിജയിക്കും. അങ്ങനെ ഇല്ല എന്നുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? അങ്ങനെ ഇല്ല എന്നുള്ള ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കണം. വിൽ പവർ നമുക്ക് വേണ്ട ഒരു നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മളുടെ സാഹചര്യം ഉണ്ടാക്കിയെടുക്കാം. നമ്മളിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ്, അല്ലെങ്കിൽ നമ്മൾ കമ്മിറ്റ് ചെയ്തത് എന്താണോ അത് കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് നല്ല രീതിയിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് കൊണ്ടുപോകുന്ന, അത് നല്ല രീതിയിലേക്ക് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു പേഴ്സണാലിറ്റി നമ്മളുടെ ലൈഫിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ആ പേഴ്സണാലിറ്റി നമ്മുടെ ലൈഫിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. എന്താണ് സാഹചര്യം? പല ആൾക്കാരുടെയും പ്രശ്നമാണ് അവരുടെ, അപ്പോൾ ഈ സ്കിൽ പവർ ഓർ വിൽ പവറിൽ അദ്ദേഹം പറയുന്നത് 6 ഓബ്സ്റ്റക്കിൾസ് ഉണ്ട്. 6 ഓബ്സ്റ്റക്കിൾസ് എന്താണ്? നമ്മളുടെ വിൽ പവറിനെ ബാധിക്കുന്ന 6 ഓബ്സ്റ്റക്കിൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ 6 അവസ്ഥകളുണ്ട്. നമ്മുടെ വിൽ പവറിനെ തകർക്കുന്ന, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെ തകർക്കുന്ന 6 അവസ്ഥകളുണ്ട്. ആ 6 അവസ്ഥകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അത് കറക്റ്റായിട്ട് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഗതികൾ കണ്ടെത്തുക. ഈ 6 അവസ്ഥകൾ എന്ന് പറയുന്നത്, നമുക്ക് നമ്മളുടെ മോട്ടിവേഷൻ ഇല്ലായ്മ.
നമ്മൾ മോട്ടിവേറ്റഡ് അല്ല എന്നുള്ളൊരവസ്ഥയുണ്ട്. അപ്പൊ നമ്മൾ മോട്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ വിൽ പവർ, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ വിൽ പവർ, നമ്മൾ തീരുമാനമെടുക്കുക. ഞാൻ നമ്മളെ സ്വയം മോട്ടിവേറ്റ് ചെയ്യുക. എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. എന്നെക്കൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റും, എനിക്കിത് ചെയ്യാൻ പറ്റും, എനിക്കിത് ചെയ്യാൻ പറ്റും, എനിക്കിത് ചെയ്യാൻ പറ്റും. ഞാൻ ഇത് വെച്ചിട്ട് എന്ന് വെച്ചാൽ വലിയ രീതിയിലേക്ക് എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നതാണ്, നല്ല രീതിയിലേക്ക് ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. വി മോട്ടിവേറ്റ് അവർ സെൽസ്, കണ്ടിന്യൂസ്ലി മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഒരു കാര്യം. ഓക്കെ, ഈ മോട്ടിവേഷൻ നമ്മൾ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല. നമ്മുടെ ഭാഗത്തു നിന്നൊരു മോട്ടിവേഷൻ ഉണ്ടാവണം. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള നമ്മളുടെ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമ്മുടെ ചിന്തകൾ എന്തായിരിക്കണം? എന്നെ കൊണ്ടും എല്ലാം ചെയ്യാൻ പറ്റും, ഐ ക്യാൻ ഡു എനിത്തിങ്, ഐ ക്യാൻ അച്ചീവ് എനിത്തിങ്, ഐ ക്യാൻ ക്രിയേറ്റ് എനിത്തിങ്, ഐ ക്യാൻ ബിൽഡ് എനിത്തിങ് എന്ന് നമ്മൾ വിശ്വസിക്കണം. ഇതിനു മുൻപ് ഞാൻ വിശ്വാസത്തിന്റെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ നമ്മൾ വിശ്വസിക്കാൻ വേണം, നമ്മൾക്കത് പറ്റുമെന്ന് അന്ധമായി വിശ്വസിക്കണം. ഒരു മാജിക്കൽ തിങ്കിങ് വേണം. നമ്മളെ കൊണ്ട് അത് നേടിയെടുക്കാൻ പറ്റും, ഞാനത് എത്തിച്ചേരും. എങ്ങനെയെന്ന് എനിക്കറിയില്ല, ഐ വിൽ ഗോ ദെയർ, ഐ വിൽ അച്ചീവ് ദാറ്റ്. പേഴ്സണലി നമുക്കൊരു ബിലീഫ് ഉണ്ടാവണം, ഒരു മോട്ടിവേഷൻ ഉണ്ടാവണം, നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ തീരുമാനം എടുക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ അത് മാത്രം മതിയോ? പോരാ. ഇപ്പോഴും ബാക്കി 5 ഓബ്സ്റ്റക്കിൾസ് അല്ലെങ്കിൽ തടസ്സങ്ങൾ നമുക്ക് ഇനിയുണ്ട് മറികടക്കാം. ഇത് ഫസ്റ്റ് തടസ്സം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നില്ല, നമ്മൾ നമ്മളോട് നല്ല രീതിയിൽ സംസാരിക്കുന്നില്ല, നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു, നമ്മൾ നമ്മളെ ഡൗൺ ആക്കി സംസാരിക്കുന്നു. എങ്ങനെ? ഞാൻ പോരാ, ഞാൻ മടിയനാണ്, ഞാൻ നീട്ടിവെക്കുന്നു. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. നമ്മൾ എന്താണോ ചെയ്ത തെറ്റുകൾ, നമ്മൾ ചെയ്ത പോരായ്മകൾ, അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. നെവർ ഫോക്കസ് ഓൺ ദാറ്റ്, നെവർ ഫോക്കസ് ഓൺ പ്രോബ്ലംസ്, നെവർ ഫോക്കസ് ഓൺ ഇഷ്യൂസ്, ഫോക്കസ് ഓൺ സൊല്യൂഷൻസ്. വാട്ട് യു ക്യാൻ ഡു, എന്ത് ചെയ്യാൻ പറ്റും. ഒരിക്കലും എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിലുള്ള തോട്ടുകൾ ഒരിക്കലും കൊടുക്കരുത്. മറിച്ച് എന്ത് ചോദിച്ചു, ഓൾവേസ് ഗിവ് വാട്ട് യു ക്യാൻ ഡു, വാട്ട് യു ക്യാൻ അച്ചീവ്, വാട്ട് യു ക്യാൻ ക്രിയേറ്റ്. ക്ലിയർ ആണോ? ക്ലിയർ? യെസ്. സോ ഓൾവേസ് ഗിവ്. അടുത്തതെന്ന് പറയുന്നത് സോഷ്യൽ മോട്ടിവേഷൻ ആണ്. നമുക്ക് വേണ്ട മോട്ടിവേഷൻ അടുത്തത് സോഷ്യലാണ്. നമുക്ക് ഒരിക്കലും നമ്മളുടെ മാത്രം മോട്ടിവേഷൻ കിട്ടിയാൽ പോരാ. വി നീഡ് മോട്ടിവേഷൻ ഫ്രം അതേഴ്സ്. അപ്ലിഫ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്പ്. നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് അതിനുള്ള സൊല്യൂഷൻ എന്ന് വെച്ചാൽ നമുക്ക് നല്ല നമ്മുടെ സർക്കിൾ കറക്റ്റ് ആവണം, നമ്മുടെ കൂട്ടുകെട്ടുകൾ കറക്റ്റ് ആവണം. നമ്മൾ അധികം ആൾക്കാരുടെയും പ്രോബ്ലം, നമ്മൾ ഒന്നുകിൽ ഒറ്റയ്ക്കാണ്. നെവർ ബി അലോൺ. നിങ്ങളുടെ വിൽ പവർ ഡൗൺ ആവാനുള്ള കാരണം, അല്ലെങ്കിൽ വിൽ പവർ തകരാനുള്ള കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല കൂട്ടുകെട്ടില്ല, അല്ലെങ്കിൽ മോശം കൂട്ടുകെട്ടുകൾ ഉണ്ട് താൻ. നല്ല കൂട്ടുകെട്ടുകൾ ഇല്ല എന്നുള്ളൊരു പ്രശ്നം. രണ്ടാമത്തത്, ഈ നല്ല കൂട്ടുകെട്ടുകൾ ഇല്ല, അതിന് പകരം എന്തുണ്ട്? മോശം കൂട്ടുകെട്ടുകളുണ്ട്. മോശം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ കൂട്ടുകെട്ടുകൾ എങ്ങനെയായിരിക്കണം? നല്ലത് എന്ന് പറയുന്നത് എങ്ങനെയാണ്? OQP എന്ന് പറയും, ഓൺലി ക്വാളിറ്റി പീപ്പിൾ. അവരുടെ പ്രത്യേകത എന്താണ്? എഴുതി വെച്ചത് ഹൈ ഇന്റലിജൻസ് ആയിരിക്കും. നല്ല കൂട്ടുകെട്ട് എന്തായിരിക്കണം? ഹൈ ഇന്റലിജൻസ്, നല്ല ബുദ്ധിയുള്ളവന്മാർ നമ്മുടെ കൂടെ വരും. നല്ല സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്യുന്ന, നല്ല വലിയ ബിസിനസ്സുകൾ, വലിയ പ്രോജക്റ്റുകൾ, വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് വേണം. അവരുമായിട്ടുള്ള ബന്ധങ്ങൾ വേണം. അവരുമായിട്ട് അങ്ങനെയുള്ള ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എങ്ങനെ ഉണ്ടാക്കിയെടുക്കും? അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് അതിന് വേണ്ടിയിട്ട് അവരെ സഹായിക്കാൻ തയ്യാറാകും. അത് ബിൽഡ് ചെയ്തേ പറ്റൂ. അത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല ഗോൾ ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കുന്ന, പ്രൊജക്റ്റുകളിൽ ചിന്തിക്കുന്ന, ആത്മാർത്ഥമായിട്ട് പ്രൊജക്റ്റുകളിലേക്ക് വർക്കെത്തിക്കുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്ന, അതേപോലെ രാവിലെ 5 മണിക്ക് എണീറ്റ് ഭക്ഷണം നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു നല്ല രീതിയിലേക്ക് ഒരു കാലത്ത് 5 മണിക്ക് എണീറ്റ് ജിമ്മിൽ പോകുന്ന, ആരോഗ്യം ശ്രദ്ധിക്കുന്ന, ഗോൾ ഓറിയന്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന, ജോലിയൊക്കെ വൃത്തിക്ക് ചെയ്യുന്ന, ഒരു പ്രൊജക്ട് സാമൂഹ്യ പ്രവർത്തനമാണെങ്കിൽ പോലും അത് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് മില്യൺസ് ആണ് അച്ചീവ് ചെയ്യേണ്ടെങ്കിൽ എന്താണോ നിങ്ങളുടെ ഗോള് അതിനനുസരിച്ചിട്ടുള്ള മേഖലയിൽ, ഇപ്പൊ നിങ്ങൾക്കൊരു മില്യനെയർ ആവണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയുക പണക്കാരനാവണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ, സമ്പന്ന അതിൽ എന്താ പറയുക ബിസിനസ്സിലൊക്കെ അതിബുദ്ധിപരമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്ത് അങ്ങനത്തെ സൗഹൃദങ്ങൾ വേണം. ആ സൗഹൃദങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കും? അവരോട് പോയി തുറന്നു പറയണം, നിങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ അവരെ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഗിഫ്റ്റ് കൊടുക്കുക. അവരെ ഇടയ്ക്ക് കാണുന്ന സമയത്ത് അവർക്ക് ആവശ്യമുള്ള സംഗതികളുമായി ബന്ധപ്പെട്ട് അങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യുക. അവർക്ക് ഇഷ്ടമുള്ള അവരുടെ സർക്കിളിലേക്ക്, അവരുടെ മനം ഇഷ്ടം പിടിച്ചു പറ്റാൻ പറ്റുന്ന രൂപത്തിലുള്ള സംഗതികൾ എന്ത് ചെയ്യണം, പക്ഷെ അതിന് ജെന്യുവൻ ആയിട്ട് ചെയ്യണം. കാരണം നിങ്ങൾ അവിടെ ജെന്യുവൻ ആയിട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? നിങ്ങൾക്ക് അവരുടെ നിന്ന് ഹെൽപ്പ് വേണം. ആ ഹെൽപ്പ് കിട്ടി താൽക്കാലികമായിട്ട് അവരെ യൂസ് ചെയ്യുക എന്നുള്ളതല്ല. ആ ഹെൽപ്പ് നിങ്ങൾക്ക് വേണം.
അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. അതുകൊണ്ട് അവരെ നിങ്ങൾ ബഹുമാനിക്കുന്നു, അവരെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ കണ്ടെത്തുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള ഒരു റെസ്പെക്ട്, ജെനുവിൻ ആയിട്ടുള്ള ഒരു ഇഷ്ടം. ആ ഇഷ്ടത്തിൽ നിന്ന്, അല്ലാതെ അദ്ദേഹത്തെ ഉപയോഗിക്കുക എന്നുള്ളതല്ല, ജെനുവിൻ ആയിട്ടുള്ള ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് അദ്ദേഹത്തിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ പല കാര്യങ്ങൾക്ക് മാറ്റി അദ്ദേഹത്തെ സഹായിച്ച് അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്പെൻഡ് ഇനഫ് ടൈം വിത്ത് ദ പീപ്പിൾ ആൻഡ് ദെൻ സപ്പോർട്ട് ദം, ഗൈഡ് ദം. അവർക്കും ചിലപ്പോൾ ചാലഞ്ചസ് ഉണ്ടാവും. ആ ഏരിയാസിലൊക്കെ അവരെ ഗൈഡ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക, അവർക്ക് ഉപകാരപ്പെടുന്ന പുസ്തകങ്ങൾ കൊടുക്കുക, ആൻഡ് ദെൻ ബിൽഡ് ദാറ്റ് കണക്ഷൻ ആൻഡ് യു ഗെറ്റ് എ സപ്പോർട്ടീവ് ഫ്രണ്ട്സ്. ഓക്കെ. അപ്പൊ അത് ജിമ്മിൽ പോയാലാണ്, ജിമ്മിൽ സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ആരോഗ്യം നോക്കുന്ന ആൾക്കാരെ കിട്ടും. നിങ്ങളുടെ ആരോഗ്യം ബുദ്ധിമുട്ടിയായിട്ടുണ്ടെങ്കിൽ ഗോ ടു എ ജിം ക്ലബ്, അല്ലെങ്കിൽ ഒരു ജിമ്മിൽ പോയിട്ട് ജോയിൻ ചെയ്യുക, മെമ്പർഷിപ്പ് എടുക്കുക, എന്നിട്ട് സ്ഥിരമായിട്ട് അവിടെ പോവുക, അവിടെ പോയിട്ട് അവിടെയുള്ള ആൾക്കാരെ പരിചയപ്പെടുക. അല്ലാതെ അവിടെ പോയി ജിം ചെയ്ത് കാര്യങ്ങൾ തിരിച്ചു പോരുന്നതിന് പകരം പരിചയപ്പെട്ടിട്ട് എന്ത് ചെയ്യുക, അവിടെ സ്ഥിരമായിട്ട് ഡെഡിക്കേറ്റഡായി ചെയ്യുന്ന ഒരാളോട് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച്, ആദ്യത്തെ ദിവസം പോയിട്ട് ചെയ്യേണ്ട, ആദ്യം കുറച്ച് ദിവസമൊക്കെ ചെയ്തിട്ട് അവിടെ ഇങ്ങനെ നന്നായിട്ട് സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരെയൊക്കെ നോക്കി, അപ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക, ഹെൽത്തിന് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരാളെ വേണമെങ്കിൽ അവിടെ കണ്ടെത്താം, അവരുമായിട്ട് സംസാരിക്കാം, അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാം, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം. ദെൻ വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, ആ കൂട്ടുകെട്ട് നിങ്ങളെ ചേഞ്ച് ചെയ്യും, ആ കണക്ഷൻ നിങ്ങളെ ചേഞ്ച് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മുടെ കൂട്ടുകെട്ടുകൾ നമ്മളെ ചേഞ്ച് ചെയ്യും. അപ്പൊ നമുക്ക് അവർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, അവരുടെ ജീവിത ശൈലി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, അവരുടെ ചിന്തകൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? യു നീഡ് സപ്പോർട്ടീവ് ഫ്രണ്ട്സ്. ഇതിന് പകരം വളരെ ഉഴപ്പന്മാരായിട്ടുള്ള, വളരെ മോശം ആൾക്കാരായിട്ടുള്ള ആൾക്കാരുടെ കൂടെ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ what happens? You will end up like them. നിങ്ങൾ വിഡ്ഢികളായിട്ടുള്ള 5 ആൾക്കാരുടെ കൂടെ നിങ്ങൾ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ 6ാമത്തെ വിഡ്ഢിയാണ് നിങ്ങൾ. ബുദ്ധിമാന്മാരായിട്ടുള്ള 5 ആൾക്കാരുടെ കൂടെ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ 6ാമത്തെ ബുദ്ധിമാനാണ് നിങ്ങൾ. കോടീശ്വരന്മാരായിട്ടുള്ള 5 പേരുടെ കൂടെ നിങ്ങൾ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ 6ാമത്തെ കോടീശ്വരനാണ് നിങ്ങൾ. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇറ്റ്സ് വെരി സിമ്പിൾ. 5 ബിസിനസ്സുകാരുടെ കൂടെ നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ 6ാമത്തെ ബിസിനസ്സുകാരനാണ് നിങ്ങൾ. 5 സമ്പന്നരുടെ കൂടെ നിങ്ങൾ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ 6ാമത്തെ സമ്പന്നനാണ് നിങ്ങൾ. ദാറ്റ്സ് ഇറ്റ്. ഇറ്റ്സ് വെരി സിമ്പിൾ. സോ വാട്ട് ആർ യു തിങ്കിങ്? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും? ഓൾവേസ് തിങ്ക് ലൈക്ക് ദാറ്റ്. ഒരിക്കലും മോശം കൂട്ടുകെട്ടുകളിൽ ചെന്നപ്പെടരുത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ സ്ഥിരമായിട്ട് മദ്യം കഴിക്കുന്ന, എന്നിട്ട് ഉത്തരവാദിത്ത ബോധം, കറക്റ്റായിട്ട് കാര്യങ്ങൾ വെച്ച് ഹെൽത്ത് ശ്രദ്ധിക്കാത്ത ഒരു 5 പേരുടെ കൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നത് എങ്കിൽ നിങ്ങൾ 6ാമത്തെ കുടിയനാണ്, ഒരു സംശയമില്ല. അത് നിങ്ങൾ ആയിത്തീരും, അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. കാരണം അത് ഈസിയാണ്. വളരെ റെയർ ആയിട്ടേ ആൾക്കാർ രക്ഷപ്പെടുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർ ഭയങ്കര സെൽഫ് ഡിസിപ്ലിൻ ഉള്ളവരാണ്. ശരിയാണോ? അവർ നല്ല വിൽ പവർ ഉള്ളവരായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയാണ്. ചെറിയ ശതമാനം ആൾക്കാർക്ക്, ഒരു 1% ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്ത്, സെൽഫ് ഡിസിപ്ലിൻ നന്നായിട്ട് ഓൾറെഡി ഉള്ള ആൾക്കാരുള്ളത്. അതല്ലാത്ത ആൾക്കാർക്ക് സെൽഫ് ഡിസിപ്ലിൻ ഇല്ല. അതില്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും? ഈ കൂട്ടുകെട്ടുകൾ ഭയങ്കര പ്രശ്നമാണ്. സാധാരണക്കാർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം, ദേ എൻഡ് അപ്പ് ഇൻ എ റോങ് കൂട്ടുകെട്ട്, റോങ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. ആൻഡ് ദാറ്റ് ബിക്കംസ് എ വെരി ബിഗ് പ്രോബ്ലം. അതൊരു വലിയ പ്രശ്നമാണ്. ക്ലിയർ ആണോ പറയുന്നത്? അതൊരു വലിയ പ്രശ്നമാണ്. സോ ഡോണ്ട് എൻഡ് അപ്പ് ലൈക്ക് ദാറ്റ്. അതിൽ നിങ്ങൾ ചെന്നപ്പെടരുത്. ഓക്കെ? അതിൽ നിങ്ങൾ ചെന്നപ്പെടരുത്. ബി there in the right, with the right people. റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ചെലവഴിക്കുക. ക്ലിയർ ആണോ പറഞ്ഞത്? യാ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. സോ നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. അതിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു നോട്ട് പാഡ് പേന എടുത്തില്ലാരും, ഒരു നോട്ട് പാഡും പേനയും, ജസ്റ്റ് ടേക്ക് എ നോട്ട് പാഡും പേനും. ഇതിനെ എടുത്ത ആൾക്കാർ എന്ത് ചെയ്യുക? റെഡി എന്നുള്ളതിന് 6 എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഓൺ 6. എടുത്തവരെന്ത് ചെയ്യുക? കമന്റ് ചെയ്യാം. ഓക്കെ, അതിലെന്ത് ചെയ്യുക? എഴുതുക.
ഏതെല്ലാം കൂട്ടുകെട്ടാണ് ഞാൻ ഒഴിവാക്കേണ്ടത്? അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിക്കുക, എന്നെ നെഗറ്റീവായി സ്വാധീനിച്ചിട്ടുള്ള, ബ്രാക്കറ്റിൽ എന്ത് ചെയ്യാം, മോശം ശീലങ്ങൾ, മോശം സ്വഭാവങ്ങൾ, മോശം പെരുമാറ്റ രീതി, മോശം സംസാര രീതി, പെരുമാറ്റ രീതി, ശീലങ്ങൾ, സ്വഭാവം. ഓക്കെ, ബ്രാക്കറ്റിൽ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടാണ്. നെഗറ്റീവായിട്ട് എന്നെ ഇമ്പാക്ട് ചെയ്തിട്ടുള്ള ബന്ധങ്ങൾ ഏതൊക്കെ? നെഗറ്റീവായി എന്നെ ബാധിച്ചിട്ടുള്ള ബന്ധങ്ങൾ ഏതൊക്കെ? റെഡി? ഇപ്പോ അങ്ങനെ ഒരാൾ പോലും ഇല്ലെന്ന്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്, കൺഗ്രാറ്റുലേഷൻ, വെൽ ഡൺ. നെഗറ്റീവായിട്ട് നിങ്ങളെ ബാധിച്ചിട്ടുള്ള ബന്ധങ്ങൾ ഏതൊക്കെ എഴുതിയോ? അടുത്തത്, നിങ്ങളെ പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാൻ സാധ്യതയുള്ള വ്യക്തികളുടെ ജീവിത രീതികൾ എന്തെല്ലാമായിരിക്കാം? ഏത് ജീവിത രീതി ഫോളോ ചെയ്യുന്നവരാണ് എന്നെ പോസിറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യാൻ സാധ്യതയുള്ളത്? ഒന്ന് കമന്റ് ചെയ്യുക, ഒന്ന് എഴുതുക. ഇപ്പൊ 2 കാര്യങ്ങൾ നമ്മൾ എഴുതിയത്. ഒന്ന്, നെഗറ്റീവായിട്ട് എന്നെ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ നെഗറ്റീവായിട്ട് എന്നെ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ ബാധിച്ചിട്ടുള്ള ബന്ധങ്ങൾ ഏതെല്ലാം. അടുത്തത്, പോസിറ്റീവായിട്ട് എന്നെ ബാധിക്കാൻ സാധ്യതയുള്ള ബന്ധങ്ങൾ ഏതെല്ലാം. ഈ 2 കാര്യങ്ങൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്താണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ 5 പേരുടെ കൂടെ, നിങ്ങൾ 5 സമ്പന്നരായിട്ടുള്ള ആൾക്കാരുടെ കൂടെ സൗഹൃദ ബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ 6ാമത്തെ സമ്പന്നനാണ്. 5 സമയം വേസ്റ്റ് ആക്കി കളയുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നീ 6ാമത്തെ സമയം വേസ്റ്റ് ആക്കി കളയുന്ന ഒരാളാണ്. മനസ്സിലാവുന്നുണ്ടോ? 5 വിഡ്ഢികളുടെ കൂടെയാണ് നിങ്ങൾ സമയം ചെലവഴിക്കുന്നത്. 6ാമത്തെ വിഡ്ഢിയാണ്. സിമ്പിൾ ആണ്. 5 ആരോഗ്യം ശ്രദ്ധിക്കുന്ന ആൾക്കാരുടെ കൂടെ ഹലോ 6ാമത്തെ ആളാണ്. പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ഹലോ എൻ്റെ ഫ്രണ്ട് സർക്കിളേ Yeah. പിന്നെ ഉള്ളതില് നല്ല എന്താ വെച്ചാൽ ഞങ്ങൾക്ക് നല്ല പോസിറ്റീവായിട്ട് ഹാപ്പി മൊമെന്റ്സ് തരുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ചില സമയത്ത് അത് ഇങ്ങോട്ട് ഭയങ്കര വൾഗർ ആയിട്ടുള്ള രീതിയിലേക്ക് ചില ഇഷ്യൂസ് വരുമ്പോത്തിന് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഫ്രണ്ട് സർക്കിളിൽ കുറച്ച് 2-3 പേരുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവര് പോസിറ്റീവാണ്, നല്ല ഹാപ്പിയാണ്, രസാണ് അവരെ കൂടെ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ചില സമയത്ത് നമുക്ക് മടുത്തു പോവും. അങ്ങനത്തെ ഒരു ടൈപ്പായിട്ട് വരും അവര്. ഓക്കെ, അവരെന്താ ചെയ്യാ നമ്മള്? മടുത്തു പോകും എന്ന് പറയുന്നതിന് 2 രീതികളുണ്ട്. ഒന്ന് വെച്ചാൽ അതിന്റെ ടോക്സിസിറ്റി ആവുന്നതാണോ, അവര് ഭയങ്കര ടോക്സിക് ആവുക, അവർ നമ്മളെ പരിഹസിക്കുകയാണോ ചെയ്യുന്നത്, നമ്മളുടെ പോരായ്മകളെ, നമ്മുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവരിങ്ങനെ പിണങ്ങിക്കൊണ്ടിരിക്കുക, ചെറിയ ചെറിയ ഇഷ്യൂസിന് വലിയ ഇഷ്യൂ ഉണ്ടാക്കുക, അങ്ങനെയുള്ള സംഗതികളാണ്. എന്താണ് അവരെ കൊണ്ട് മടുക്കുന്ന സംഗതികൾ എന്ന് പറയാൻ പറ്റും? ഒരു എക്സാമ്പിൾ, ഒരു ചെറിയൊരു എക്സാമ്പിൾ. എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് വലിയൊരു കാര്യമാക്കി മാറ്റി അതിന്റെ ബാക്കിയായിട്ട് അവര് സംസാരിക്കുന്നതൊക്കെ ഭയങ്കര ടോക്സിക് വേർഡ്സ് തന്നെ സംസാരിക്കും. മൊത്തത്തില് ഞാന് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്തെ കാര്യമാണ് പറഞ്ഞത്. അവിടുത്തെ ഒരു കുറച്ച് സ്റ്റാഫ് ഞങ്ങൾ നല്ല രസമാണ്, പലപ്പോഴും നല്ല രസമാണ്. പക്ഷേ എന്തെങ്കിലും നമ്മളായിട്ടല്ല വേറെ ആരെങ്കിലും ആയിട്ടൊരു ഇഷ്യൂ വന്നാൽ തന്നെ നമ്മൾ ആ ഒരു പിന്നെ റൂമില്
ഭയങ്കര പ്രോബ്ലം ആയിരിക്കും. അതിന് ആരും അവിടെ 1-2 പേര് അവിടെ സംസാരിക്കാനോ ഒന്നും പാടില്ല. അവരോട് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ പാടില്ല. അവരങ്ങോട്ട് ടോക്സിക്കിന്റെ അങ്ങേ തലമായിട്ട് വരും. അപ്പൊ അപ്പൊ ഇത് നമുക്ക് പിന്നെ കുറച്ച് ദിവസം ഭയങ്കരമായിട്ട് പ്രോബ്ലം ആയിരിക്കും. ഇത് ടെൻഷൻ ആവും. ഇത് നമ്മൾ സോൾവ് ചെയ്യാൻ പോയിട്ടും കാര്യമില്ല. അതെ അതെ, ഇത് ആക്ച്വലി അവരുടെ ഒരു സംഗതി. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളത് അവരുടെ ലൈഫിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലവ്, കെയർ, സപ്പോർട്ട് സിസ്റ്റം അവർക്ക് കിട്ടിയിട്ടില്ല. അവർക്കൊരു സേഫ് എൻവയോൺമെന്റ് കിട്ടാത്ത ആൾക്കാരാണ് ഇങ്ങനെ പെരുമാറുക. ഓക്കെ, ചെറുപ്പകാലം മുതൽ അവർ അനുഭവിക്കുന്ന ട്രോമയാണ്, ട്രോമയുടെ ഇമ്പാക്റ്റ് ആണ് ആ കാണുന്നത്. അപ്പോൾ അവരവരുടെ ട്രോമ ഹീൽ ചെയ്താൽ മാത്രമേ ഇതിനൊരു പരിഹാരമാവുള്ളൂ. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഹീൽ ചെയ്യില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ നമ്മളൊരു പോസിറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് നിൽക്കുക. അവരുമായിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ മാത്രം ഇന്ററാക്ട് ചെയ്യുക, പോസിറ്റീവ് കാര്യങ്ങൾക്ക്. അതിനപ്പുറത്തേക്ക് കീപ്പ് എ ഡിസ്റ്റൻസ്. അങ്ങനത്തെ സമയത്ത് അവർ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. മറ്റൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും അവരിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കരുത്. അവരിങ്ങനെ പെരുമാറും, അവരങ്ങനെ പെരുമാറും. പിന്നെ പറ്റുമെങ്കിൽ അവര് ഇങ്ങനെ ഒരു ടോക്സിക് ലെവലിലേക്ക് വല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് നിങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ സ്റ്റേ അവേ ഫ്രം ദാറ്റ് ഫ്രണ്ട്ഷിപ്പ്. മനസ്സിലാവുന്നുണ്ടോ? ആ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക. അതിന് നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങളോട് ചോദിക്കേണ്ടത്, എന്തുകൊണ്ടാണ് എനിക്ക് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിൽ ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ഒരു ലിമിറ്റ് എനിക്ക് ചെയ്യാൻ പറ്റാത്തത്? ഞാൻ എന്തുകൊണ്ടാണ് അവർ പോസിറ്റീവായിട്ട് സംസാരിക്കുമ്പോഴേ ഞാൻ എന്തുകൊണ്ട് അതിലേക്ക് വല്ലാണ്ട് ഇറങ്ങി ചെല്ലുന്നത്? എന്ത് കിട്ടാനാണ്, എന്ത് സ്നേഹം കിട്ടാനാണ് ഞാൻ പോകുന്നത്? എനിക്ക് എന്തെങ്കിലും ചെറുപ്പത്തിൽ സ്നേഹം കിട്ടാത്തതിൻ്റെയോ മറ്റുള്ളതിൻ്റെയോ ഒക്കെ കുറവ് കൊണ്ടാണോ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലേക്ക്, ഇങ്ങനെയുള്ള ഇത്രയും ടോക്സിക് ആയിട്ടുള്ള രീതിയിൽ പെരുമാറും എന്നറിഞ്ഞിട്ട് പോലും അവരുടെ അടുത്തേക്ക് വീണ്ടും ഞാൻ അറിയാതെ അവർ പോസിറ്റീവായിട്ടോ സോഫ്റ്റ് ആയിട്ടോ സ്വീറ്റ് ആയിട്ടോ ഒക്കെ പെരുമാറുമ്പോഴേക്കും ഞാൻ വീണ്ടും അതിലേക്ക് അങ്ങോട്ട് വീണു പോകുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു സ്വയം വിശകലനം നടത്തുന്നത് നന്നാവും. അങ്ങനെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ചിലപ്പോൾ നമ്മുടെ ചൈൽഡ്ഹുഡിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ we can also manage our emotions and we can also set boundaries in a healthy way. Healthy boundaries in the relationship വേണം, ഇല്ലെങ്കിൽ ഉണ്ടാവും. ഓക്കെ ആണോ? ഞങ്ങള് എന്റെ മാത്രം പ്രശ്നമല്ല, ഞങ്ങള് കുറച്ചൊരു 12 പേരുണ്ട്. അതിൽ കുറച്ചൊക്കെ ഇങ്ങനെ ടീമായിട്ട് തന്നെ ഒരു 4 പേര് അങ്ങനെ ടീമാണ്. അതിൽ ഈ 4 പേരുള്ള ടീമിൽ 2 പേര് ഭയങ്കരമായിട്ട് നമ്മളെന്താ പറയാ, ഭയങ്കര ഹാപ്പി ആക്കുന്ന 2 പേര് തന്നെയാണ്. അപ്പൊ ഞങ്ങൾക്കൊക്കെ അവരെ ആ സമയത്തും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അവര്. ബാക്കിയുള്ളവരൊക്കെ ഒരു ആവറേജ് ലെവലില് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പോകുന്ന ടീമാ. പക്ഷെ ഇവര് ഭയങ്കര എനർജറ്റിക് ടീമാ. പക്ഷെ സംടൈംസ് ഇങ്ങനെയാവും. അപ്പൊ അവരെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ ആക്സെപ്റ്റ് ചെയ്യണം. നോബഡി ഈസ് പെർഫെക്റ്റ്, റൈറ്റ്? അവർക്ക് ഇവിടെ നമുക്ക് വേറെ സംഗതി ഉള്ളതെന്ന് വെച്ചാൽ ആക്ച്വലി ദേ ആർ വെരി പുവർ പീപ്പിൾ. അവർ എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ ഹാപ്പി ആക്കുന്നത്? അതാണ് അവര് നല്ല മൈൻഡ് ആയതുകൊണ്ടായിരിക്കും. ഞാൻ പറഞ്ഞുതരാം. നല്ല മൈൻഡ് ആണ് എല്ലാവർക്കും. എല്ലാവരും അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു എന്താ പറയുക ശത്രു പോലും നമ്മളുടെ മുൻപിൽ വളരെ പാവപ്പെട്ടവനാണ് നമുക്ക് മനസ്സിലാവും. എല്ലാവരും നല്ല മൈൻഡാണ്, എല്ലാവർക്കും നല്ല സംഗതികൾ. പക്ഷെ അവരുടെ ലൈഫിൽ സ്നേഹം കിട്ടാത്തത് കൊണ്ട് അവർ ഈ ഹാപ്പി ആക്കുന്നതും വല്ലാണ്ട് ചിരിപ്പിക്കുന്ന ആൾക്കാർ, മറ്റുള്ളവർക്ക് എല്ലാവരുടെ എനർജി കാണിച്ച് ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കുന്ന ആൾക്കാരുടെ ഒക്കെ പുറകില് എന്തുണ്ടാകും? ഒരു സങ്കടത്തിന്റെയും വിഷമത്തിന്റെയും പോരായ്മയുണ്ട്. ആ ഒരു സ്നേഹം കിട്ടാത്തതിന്റെ അപ്രീസിയേഷൻ കിട്ടാത്തതിന് അപ്പൊ ഇത് നിങ്ങളിപ്പം അവർക്ക് കൊടുക്കുന്ന, അവർ പോസിറ്റീവായിട്ട് പെരുമാറുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്ന ഒരു കയ്യടി ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവരെ നിങ്ങൾ അടുപ്പം, അറ്റൻഷൻ, ആ അറ്റൻഷന് വേണ്ടി അവരത് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ അവർ മറച്ചു വെച്ച ഉള്ളിൽ വെച്ച സാധനം കുറെ നാൾ കഴിയുമ്പോൾ ഇടയ്ക്ക് വല്ലാണ്ട് ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ ഇത് പുറത്തേക്ക് വരും, കഴിയില്ല. അപ്പൊ അവരവിടെ നിസ്സായരാണ്. അപ്പൊ അവരുടെ വേദന അത്രയും ഉള്ളിൽ അനുഭവിച്ച ആൾക്കാരാണ് എന്നുള്ള ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരെ കാണാം. അങ്ങനെ കണ്ടു കഴിഞ്ഞ് അവരെ ഒരു സ്നേഹത്തോടു കൂടി നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. പക്ഷെ ഇങ്ങനെ ഇഷ്യൂ ഉള്ള സമയത്തുണ്ടല്ലോ, നമ്മൾ എങ്ങനെ അതിന് പിന്നെ നമ്മൾ കൂടെ നിൽക്കാനോ സോൾവ് ചെയ്യാനോ പറയാനോ നിന്നാലും ഭയങ്കരമായിട്ട് എതിർത്ത് വരും. കൂടെ പറയുന്നത് അവരോട് മിണ്ടാതിരിക്കലാണ്, ഓക്കെ ഓക്കെ ഓക്കെ, അല്ലാതെ സമാധാനിപ്പിക്കലല്ല. അവരോട് വേണ്ടത് എന്താണ്? താങ്ക് യു സർ. കുറച്ച് ദിവസമായിട്ട് ഞങ്ങളിപ്പോ വല്ലാതെ അങ്ങോട്ട് ഒരു ടെൻഷനിലായിരുന്നു. താങ്ക്സ്. മനസ്സിലായോ? അവരെ നമ്മൾ എന്താ നോക്കട്ടെ, എന്ത് ചെയ്യുക, അവരവരുടെ വഴിക്ക് വിടുക. അവരാണ് അവർക്ക് ആ വിഷമം തീർന്ന സമയം വേണം. അവർ നമ്മളെ നന്നായിട്ട് ഹാപ്പി ആക്കുന്ന ആൾക്കാരാണ്. അവർ വല്ലാണ്ട് വിഷമം ഉള്ളിലുണ്ട്, അവരിപ്പൊ തൽക്കാലം എന്ത് ചെയ്യുക, അതിലങ്ങ് വിടാം. ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് വറി. ഓക്കെ. പിന്നെ പറ്റുമെങ്കിൽ
അതല്ലാത്ത സമയങ്ങളിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യുക, അവരുടെ വിഷമങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. മനസ്സിലാവുന്നുണ്ട്? ഓക്കെ, ഓക്കെ ഓക്കെ കേൾക്കാൻ ശ്രമിക്കുക, അവരെ ഒന്ന് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവരിങ്ങനെ നിങ്ങളെ ഹാപ്പി ആക്കുന്ന സമയങ്ങളിൽ മാത്രം ഒരു സംഗതിക്ക് അപ്പുറത്തേക്ക് അവരുടെ ഉള്ളിലൊക്കെ എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടാവാം എന്നൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അവരോട് ആരും ചിലപ്പോൾ ചോദിക്കാത്ത രീതിയിൽ ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അവരെ അപ്രോച്ച് ചെയ്യാൻ, മനസ്സിലാക്കാൻ അവരെ ആരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അല്ല സാർ പറഞ്ഞ ശരിയാണ്, അവർക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അതറിയാം. ആ ഇഷ്യൂസിന് അവരോട് എന്ത് ചെയ്യുക, അവർക്ക് ഒഴിഞ്ഞു നിൽക്കുന്ന സമയത്ത്, വളരെ പീസ്ഫുൾ ആയിരിക്കുന്ന സമയത്തൊക്കെ ഒരു ഡീപ്പ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ നിങ്ങളെ വല്ലാണ്ട് അവർക്ക് ഇപ്പൊ ആരെയും ട്രസ്റ്റ് ഇല്ല. ആ പ്രശ്നങ്ങൾ വല്ലാണ്ട് ആകുമ്പോൾ ആരെയും ട്രസ്റ്റ് ഉണ്ടാവില്ല, ആരെയും അക്സെപ്റ്റ് ചെയ്യാൻ, സീക്രട്സിലേക്കും ഒരാളെയും എൻ്റർ ചെയ്യിപ്പിക്കില്ല. കാരണം അത് മിസ്യൂസ് ചെയ്യോ എന്നുള്ള പേടിയാണ്. കാരണം അതിന് മുൻപ് ചിലപ്പോൾ മിസ്യൂസ് ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ അവരെന്ത് മാസ്ക് ഉപയോഗിക്കുന്നു, എന്താ പറയുക, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നു, ഹാപ്പി ആയിട്ട് ചിരിച്ച് കളിച്ച് കാര്യങ്ങൾ നിൽക്കുന്നു. ഈ സമയങ്ങളിൽ ഇത്തരത്തിലുള്ള സംഗതികൾക്ക് ഓക്കെ, അങ്ങനെയുള്ള കാര്യം നിന്നോ, അതല്ല അപ്പുറത്തേക്ക് എന്റെ വിഷമത്തിലേക്ക് നീ എൻ്റർ ചെയ്യണ്ട എന്നൊരു സംഗതി ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവർക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റാത്തത്. സോ അത് എക്സ്പ്ലോർ ചെയ്യുന്നത് വെച്ചാൽ ഒരുപാട് കാലം നമ്മൾ ഈ ഹാപ്പിനെസ് മാത്രം ഇങ്ങനെ പുറത്തേക്ക് ഇടുമ്പോൾ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടുണ്ടാവും. അത് എന്തെങ്കിലും ചെറിയൊരു മുള്ളെടുത്താൽ മതി, അത് വീർത്ത് വലുതായി വന്നിട്ടുണ്ടാവും. ചെറിയൊരു പ്രശ്നം വന്നാൽ മതി, ട്രിഗർ ചെയ്താൽ മതി, ഇട്ടും നടന്ന് പൊട്ടിത്തെറിക്കും. ഈ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് അവർക്ക് അവരെ തന്നെ ഇഷ്ടമില്ല, അവർക്ക് ആ സമയത്ത് ആര് വന്നാലും അവർക്ക് അതും ഒരു പേടിയാണ്, ഇൻസെക്യൂർ. അതൊരു നാച്ചുറൽ റിയാക്ഷൻ ആണ്. അവർ ആഗ്രഹിച്ചിട്ടല്ല നിങ്ങളോട് അങ്ങനെ പെരുമാറുന്നത്, അത് റിയാക്ട് ചെയ്യുള്ളൂ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോട് കടന്നു പോകുന്ന ആൾക്കാർ. സോ അത് അവരുടെ കുഴപ്പമില്ല എന്നുള്ള അത്രയും ഡെവലപ്ഡ് മൈൻഡിൽ നിന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലെവലിൽ നിന്നിട്ട് നിങ്ങൾ സ്നേഹിക്കണം. നിങ്ങൾ ആ ലെവലിൽ നമ്മുടെ മെഡിറ്റേഷനിൽ പങ്കെടുക്കാറുണ്ടോ നിങ്ങൾ? അതെ, സ്ഥിരം വരാൻ പറ്റുന്നില്ല, എന്നാലും ഓക്കെ വരാറുണ്ട്. ക്ലിയർ ചെയ്ത് നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് അപ്ഡേറ്റഡ് ആയാലും സൗഹൃദങ്ങൾ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കഴിയുള്ളൂ. അല്ല, എന്റെ മൈൻഡിൽ അത് വരുന്നുണ്ട്, പിന്നെ ഈ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ്. പക്ഷെ അതിങ്ങോട്ട് സോൾവ് ചെയ്ത് നല്ല രീതിയിലേക്കാണ് പോണില്ല. രണ്ട് ഭാഗമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോഴും. നമ്മൾ വരുന്നത് നിങ്ങളുടെ ലോജിക്കൽ ആയിട്ടുള്ള സാധനമാണ്, നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്, നിങ്ങളുടെ കോമൺ സെൻസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച അറിവില്ലാത്തതാണ്. പക്ഷെ ആ ഒരു സാധനത്തിന് അപ്പുറത്തേക്ക് നിങ്ങളുടെ എനർജി അവരെ ചേഞ്ച് ചെയ്യണം, അവരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഹീൽ പ്രോപ്പർലി. നമ്മുടെ EFT പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ? ചെയ്തിട്ടുണ്ട്. സോ അത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നാൽ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത്, നിങ്ങൾ സെൽഫ് ലവ് കൊടുത്തിട്ട് നന്നായിട്ട് ഫോർഗീവ്നെസ്സും കാര്യങ്ങളും കൊടുത്തിട്ട് നന്നായിട്ട് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക. ഒരു കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യും. കം ബാക്ക് ടു ദാറ്റ്, എന്താ പറയുക, അന്ന് ആദ്യം ചെയ്തിരുന്ന സംഗതിയിലേക്ക് നിങ്ങൾ. സോറി സർ, ഞാൻ ടൈം എടുക്കുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഇഷ്യൂസ് വരുമ്പോഴും ഇതേപോലെ ഇങ്ങനെ ക്ലിയർ വരും. ഇപ്പൊ ഞങ്ങളെ ടീമിന്റെ ഒരു അഭിപ്രായം ഇനി അങ്ങോട്ട് യാതൊന്നിനും പോണ്ടെന്നാണ്. പക്ഷെ എനിക്കത് ഒരു വേണോ വേണ്ടേ എന്നുള്ളൊരു ഡൗട്ടിലാണ് നിൽക്കണേ. ഒന്നിനും പോണ്ടെന്ന് പറഞ്ഞാൽ ഒരു 12 പേരടങ്ങുന്ന ഒരു റൂമിന്റെ ഉള്ളിൽ അവരായിട്ടും ഇന്ററാക്ട് സാധാരണ രീതിയിൽ മുമ്പത്തെ പോലെ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ററാക്ട് ചെയ്ത് കൂടെ നിന്ന് അവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട്, എല്ലാം അങ്ങനെ തന്നെ കേട്ടോ. അവരൊരു തീരുമാനം എടുക്കും, അതിന് ഞങ്ങൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ആയിരുന്നു. പക്ഷെ അവരിപ്പോ അങ്ങനെ നമ്മളൊരു അവര് പറയുന്നതിന്റെ രീതിയിലേക്ക് ഞങ്ങൾ പോണം, അങ്ങനെയൊക്കെ ഉള്ള പോലെ ഇപ്പൊ ഞങ്ങൾക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള വോയിസ്, നിങ്ങളുടേതായിട്ടുള്ള സ്ട്രെങ്ത്, നിങ്ങൾ ഫുൾ ടൈം കൂടെ നിൽക്കുക എന്നുള്ളതല്ലല്ലോ കാര്യം. ഒരാൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഏത് എത്ര പവർഫുൾ ആണെങ്കിലും ആണെന്നുണ്ടെങ്കിൽ തെറ്റായിട്ട് തന്നെ പറയണം, സംസാരിക്കണം. അത് നമുക്ക് അതിപ്പോ ഞങ്ങൾ പറഞ്ഞു തുടങ്ങി, അപ്പൊ അവർക്ക് പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ കുറച്ചൊക്കെ ചില കാര്യങ്ങൾ ഇത് ശരിയല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു തുടങ്ങി. അപ്പൊ അവര് അതും കൂടി ഉണ്ട് പ്രശ്നം. പിന്നെ നിങ്ങൾക്ക് അവിടെ ലീഡർ ഇല്ലേ? ഇല്ല, അതൊരു സ്റ്റാഫിന്റെ ഒരു റൂം അല്ലേ. ലീഡർ ഓക്കെ, അതുണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും സബ്ജക്റ്റിനെ കൊണ്ടോണ്ടെന്നുള്ളതുകൊണ്ട് ഇങ്ങനെ ഇവിടെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യും കേട്ടോ. അത് നിങ്ങളൊന്ന് ചിന്തിച്ച് ഉത്തരങ്ങൾ കിട്ടും. പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യും. താങ്ക് യു സർ, താങ്ക് യു. സോറി ഫോർ അതേഴ്സ്. സോറി. That's okay. It's good. ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെട്ട ചോദ്യമാണ് സ്വർണം. കാരണം ഇത്രയും നല്ല രീതിയിൽ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഐ തിങ്ക് ആൻഡ് ഹോപ്പ് ദാറ്റ് വിൽ ബി ഹെൽപ്പിംഗ് യു. യെസ്, ഉപകാരപ്പെട്ടതാണ്. താങ്ക് യു. ഒരുപാട് സുഹൃത്തുക്കളുണ്ടോ? ഓക്കെ. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പാർട്ടിലേക്ക് പോകാം. സോ നമ്മുടെ സൗഹൃദങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്ലിഫ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്പ് നമുക്ക് വേണം. അതാണ് നമ്മളുടെ വിൽ പവറിന് ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ നമ്മുടെ വിൽ പവർ എന്ത് ചെയ്യും, ഡൗൺ ആയിക്കൊണ്ടിരിക്കും. അടുത്ത സ്ട്രക്ചർ, സിസ്റ്റം അതർ ദാൻ പീപ്പിൾ. അതായത് വ്യക്തികളാണല്ലോ ആദ്യം രണ്ടും പറഞ്ഞത്. പേഴ്സണൽ വിൽ പവർ, അതേപോലെ തന്നെ സോഷ്യൽ വിൽ പവറിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു വിൽ പവർ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം.
ആ വിൽ പവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്? അതിന്റെ ഭാഗമായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കാം. നമുക്ക് പണിഷ്മെന്റ് കൊടുക്കാം. നമ്മൾ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കാം. നമുക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന സഹായിക്കുന്ന തരത്തിലുള്ള സ്റ്റിക്കറുകൾ നമ്മൾ സ്ഥിരമായിട്ട് നോക്കുന്ന സ്ഥലങ്ങളിൽ, ഉപയോഗിക്കുന്ന ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ വാളിൽ എന്ത് ചെയ്യുക, ഒരു വിഷൻ ബോർഡ് വെക്കാം. നിങ്ങൾ എപ്പോഴും കാണുന്നതും ചിന്തിക്കുന്നതും ഒക്കെ എന്തായിരിക്കണം? നിങ്ങളുടെ എൻവയൺമെന്റ് സബ് കോൺഷ്യസിൽ നിങ്ങളെ നിയന്ത്രിക്കണം. അപ്പം നിങ്ങളുടെ വീട്ടിനുള്ളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഒരു വിഷൻ ബോർഡ്, ഒരു ഡ്രീം ബോർഡ് സെറ്റ് ചെയ്യുക. അവിടെ നിങ്ങളുടെ ഡ്രീംസിന്റെ ഫോട്ടോസ് പതിച്ചു വയ്ക്കുക. അതിന് സഹായിക്കുന്ന വാക്കുകൾ. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. സോ ഈസ് ഇൻ ടു ബിസിനസ്, ഹ്യൂജ് ലെവലിൽ ബിസിനസ് പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ്. ഭയങ്കര സ്മാർട്ടായിട്ടുള്ള പയ്യനാണ്. അവൻ്റെ ഫോണിൻ്റെ സ്ക്രീനിൽ അവിടെ ഒട്ടിച്ച് വെച്ച്, അതിൽ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഡോണ്ട് ഫോർഗെറ്റ് പ്രോമിസ് ദാറ്റ് മെയ്ഡ് ടു യുവർ സെൽഫ്. നിനക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനം നീ ഒരിക്കലും മറക്കരുത്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ആ വാഗ്ദാനം? ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള സമ്പന്നനായിട്ടുള്ള ഒരു ലൈഫ്. അപ്പം ആളുടെ ഫോണ് ഞാനിങ്ങനെ ഉപയോഗിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ലോക്ക് ചെയ്ത സമയത്ത് ഞാൻ കണ്ടൊരു സംഗതിയാണ്, ഫോണിൻ്റെ ലോക്കിംഗ് സ്ക്രീനിൽ വരുന്നത് അതാണ്. അപ്പോൾ എപ്പോഴും ഇത് എടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ എന്താ സംഭവിക്കും? വാട്ട് ഹാപ്പൻസ്? അപ്പോൾ എൻ്റെ ഫോണിലാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള വാൾപേപ്പർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, അത് ചിലപ്പോൾ പണമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ പണത്തിൻ്റെ ഫോട്ടോസ് വയ്ക്കാം, കാറാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ ഫോട്ടോ വയ്ക്കാം. വാട്ട് ഡു യു വാണ്ട് അച്ചീവ്? വാട്ട് ഡു യു വാണ്ട് ടു ക്രിയേറ്റ്? വാട്ട് ഡു യു വാണ്ട് ടു എന്താണ് വേണ്ടത്? അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സംഗതികൾ വെച്ച് നിങ്ങൾ അത് മോട്ടിവേറ്റ് ചെയ്യട്ടെ. ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം. എന്തൊക്കെയാണ് ഇനി ഫർദർ നമ്മൾ ചെയ്യേണ്ടത്? വിൽ പവറിന്റെ നെക്സ്റ്റ് പാർട്ട് നമുക്ക് സംസാരിക്കാം. ആർ യു റെഡി? ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ബിഗിൻ. ടുമോറോ വിൽ ടോക്ക് അബൌട്ട് ദാറ്റ്. ഓക്കെ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ലിസ്റ്റ് എഴുതിക്കോളൂ. എന്തെല്ലാം കാര്യങ്ങൾ എൻ്റെ ചുറ്റുപാടുകൾ മാറ്റാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും? ഞാൻ എന്നെ സ്വയം മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? അത്തരത്തിലുള്ള പോയിന്റ്സുകൾ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. അതിനനുസരിച്ച് ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. അത് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യുക? റൊട്ടീൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ? നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ വിൽ പവർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി നമുക്ക് നാളെ പറയാം. നാളെ പറയുന്നത്, ഇന്ന് പറഞ്ഞത് കംപ്ലീറ്റ്ലി മോട്ടിവേഷൻ പാർട്ടാണ്. നാളത്തെ കംപ്ലീറ്റ് പാർട്ട് എന്ന് പറയുന്നത് സ്കിൽ പാർട്ടാണ്. സ്കിൽ ആൻഡ് നോളജ്. ഈ 6 സോഴ്സിൽ നിന്നുള്ള അല്ലെങ്കിൽ 6 തടസ്സങ്ങൾ നമുക്ക് മറികടക്കാൻ. ഈ 6 തടസ്സങ്ങൾ മറികടക്കുമ്പോൾ നമ്മൾ ഹ്യൂജ് ഗ്രോത്തിലേക്ക് പോകും. ആൻഡ് ദാറ്റ് ഇസ് ദ ഓൺലി ആൻഡ് ഫാസ്റ്റസ്റ്റ് വേ ടു അച്ചീവ് യുവർ ലൈഫ്. ഓക്കെ? താങ്ക് യു. സീ യു ടുമോറോ. നാളെ കാണാം. മറക്കരുത്, നമ്മുടെ പ്രോഗ്രാം ഉണ്ട്, അറിയാലോ. 1% ക്ലബ് എന്ന് പറയുന്ന ക്ലബ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത പ്രോഗ്രാം വരുന്നുണ്ട്, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ EFT. ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ആൻഡ് ഇറ്റ് വിൽ ബി ചേഞ്ചിങ് യുവർ ലൈഫ്. താങ്ക് യു സോ മച്ച്. സാറേ, എനിക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുണ്ട്. പറഞ്ഞോളൂ. ഞാൻ ഒരു ചെമ്മണ്ണൂരിന്റെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോയിരുന്നു. ഒരു 4 പേരുള്ള മീറ്റിംഗ് ആയിരുന്നു. അതിൽ ക്വസ്റ്റിനറിന്റെ ഒരു ഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം അവിടെ ഒത്തിരി ഈ പാക്ക് ചെയ്ത് വെച്ച കുറേ സമ്മാനങ്ങൾ കണ്ടിരുന്നു ഞാൻ. അപ്പോൾ ആ സമ്മാനങ്ങൾ ഞാൻ അങ്ങനെ വിചാരിച്ചു, എനിക്ക് അതിൽ ഏതെങ്കിലും ഒരു സമ്മാനം കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ക്വസ്റ്റ്യനൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നി എനിക്ക് പറ്റാതെ. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ, ഈ സാറ് പറയാറില്ല, മനസ്സിന്റെ ശക്തി ഉപയോഗിച്ചിട്ട് എന്തും നേടാം. അപ്പൊ അതേപോലെ ഞാൻ ഈ നമ്മുടെ ഹോപ്പനോപ്പനോ പ്രയറൊക്കെ ചൊല്ലിട്ടിരുന്നു. അങ്ങനെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എത്തി. ആ ക്വസ്റ്റ്യന് ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് ഗോൾഡ് കോയിൻ ആയിരുന്നു സമ്മാനം. അപ്പൊ അത്രയും പേര് ആ ഗോൾഡ് കോയിൻ എനിക്ക് വാങ്ങാൻ പറ്റി. താങ്ക് യു സാർ. ഞാൻ അത്രയും എന്നെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. അത്രയും പേരുന്ന് എനിക്ക് കാരണം അവിടെ അത്രയ്ക്കും വിദ്യാഭ്യാസമ്പന്നരായ ആൾക്കാരും പിന്നെ പ്രൊഫഷണൽസ് ആയ ആൾക്കാരും അങ്ങനെ ഒരുപാട് പേരുണ്ട്, ടീനേജ്. അതിൽ നിന്ന് എനിക്ക് ആ സമ്മാനം വാങ്ങിക്കാൻ പറ്റി എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ഒരു ഇയർ ബാൻഡ് വാങ്ങിയിട്ട് എനിക്ക് സമ്മാനിച്ച് എന്നെ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ആ സന്തോഷം ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, താങ്ക് യു സാർ. ആവട്ടെ, നല്ല രീതിയിൽ പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിക്കട്ടെ എല്ലാവരുടെ ലൈഫിലും. ഇന്നലെ നമ്മുടെ ജസീലയ്ക്ക് ഹാപ്പി ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പം ഇനി കൂടുതൽ നല്ല രീതിയിലേക്ക് ബാക്കിയുള്ളവർക്കൊക്കെ എല്ലാവർക്കും നല്ല നല്ല ന്യൂസുകൾ വരട്ടെ. ഉഷാറായിട്ട് മുന്നോട്ട് പോട്ടെ. യെസ്, പറഞ്ഞോളൂ ജസീല. പ്രൊസീജിയർ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫസ്റ്റ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും ലൈഫിൽ പുരോഗതി ഉണ്ടാവട്ടെ. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ എൻ്റെയും ലൈഫിൽ നല്ല നല്ല പുരോഗതികളാണുള്ളത്. ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഐ ആം ആൾസോ റിയലി ഹാപ്പി. ഞാൻ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് പല കാര്യങ്ങളും അനുകൂലമായി വരുന്നുണ്ട്. സോ ഐ ആം ആൾസോ ലുക്കിംഗ് ഫോർ 2025 is going to be an amazing year.
ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അമേസിംഗ് ആയിട്ടുള്ള ഒരു ഇയർ ആയിട്ട് നമുക്ക് എല്ലാവർക്കും മാറ്റാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് ഇറങ്ങാം. എനിവേ, താങ്ക് യു, ഹാവ് എ ഗ്രേറ്റ്, താങ്ക് യു, സീ യു ടുമോറോ. നാളെ കാണാം കേട്ടോ. ഇന്ന് അടിച്ചു പൊളിക്ക് ഉഷാറാക്ക്. നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.